ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഇശൽമോളും കൂടെ ഒന്ന് പുറത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. പുറത്ത് മീൻസ് പാലക്കാട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് ക്ലാസ് ലീവായപ്പോൾ ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഞാൻ ബസ്സിനാണ് വന്നത്, ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ ബസ് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ബസ് വന്ന് പിന്നെ ട്രെയിന് കിട്ടി. ഞങ്ങൾ ട്രെയിനിൻ്റെ ടൈം നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ട്രെയിനൊക്കെ ടൈമിൽ കിട്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം, ഞാൻ വിൻഡോ സീറ്റല്ലേ, എനിക്ക് താഴെ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലും ബസ്സിലൊക്കെ. അവൾ ഫുള്ള് ട്രിപ്പിൻ്റെ ആളാണ് കേട്ടോ. പോണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പോയിക്കാണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പം അവരെ ഇതിനെ കാണിക്കണില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ഫുൾ ടൈമായിട്ട് കാണില്ല. പിന്നെ ഇപ്പോൾ ടിക്കറ്റിനെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറയാണ് കേട്ടോ. ഒന്നാമത് നമ്മളൊരു പ്ലാൻ ഇട്ട് പോയതല്ല, പെട്ടെന്ന് വെച്ച് പോക്കാണ് കേട്ടോ. അന്ന് രാവിലെ വെച്ചുണ്ടാക്കി പോക്കി നമ്മളന്ന് പോയാലോ എന്നുള്ള അങ്ങനെ പെട്ടെന്ന് തീരുമാനം ഉണ്ടായതാണ്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ അവൾ വീഡിയോ എടുക്കാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ട് 2 ദിവസം ആയിക്കണം കേട്ടോ. പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ നമുക്ക് നിന്നിട്ടില്ല. പിന്നെ മോളെ പഠിപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ ഓളോട് വോയിസ് എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഓള് കൊടുക്കണില്ല. ഓൾക്ക് എൻ്റെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അത് പഠിക്കാനുണ്ട്. അങ്ങനെ എല്ലാം പാടായിട്ടേ ഞങ്ങൾ പാലക്കാട് കൊല്ലംകോട് ഉണ്ടല്ലോ, അവിടെ കണ്ട പോയത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ പോയപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി, നാച്ചുറൽ ഭംഗി നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലായിട്ട് വരാം. ഒരു വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ലോങ് വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ട് ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച്. വിൻഡോ സീറ്റായിരുന്നു. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ട്രെയിനിൽ നല്ല കാലിയായിരുന്നു. പിന്നെ നമുക്ക് ട്രെയിൻ യാത്ര ഭയങ്കര സുഖമാണല്ലോ. കാറിലും ബസ്സിലൊന്നും പോകുന്ന പോലെ അല്ലല്ലോ ട്രെയിനിൽ. അപ്പോൾ നമുക്ക് നല്ല ഇതാണ്. അങ്ങനെ കൊല്ലംകോട് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് പോകാനുണ്ടായ കാരണം എന്താ വെച്ചാൽ റീലിൽ കണ്ടതാണ് കേട്ടോ. റീലിൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നി, ഓരോരുത്തർ ഇങ്ങനെ റീലെടുത്തിട്ടുള്ള. അപ്പോൾ ഒരു ആഗ്രഹം, അതെങ്ങനെയുണ്ട് നാച്ചുറലായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിയുള്ള ആസ്വദിക്കണം എന്നുള്ളൊരു തോന്നല. അങ്ങനെ പെട്ടെന്ന് വെച്ച തീരുമാനം, പെട്ടെന്ന് പോയി. പക്ഷെ പാലക്കാട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ പോകണമായിരുന്നു. പിന്നെ പക്ഷേ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണല്ലോ. നമ്മൾ വീട്ടിൽ നമ്മൾ സാധാ പോലെ ഇറങ്ങിയപ്പോഴത്തേന് എന്തായാലും അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ചക്കായിട്ടോ. ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടില്ല അത്രയ്ക്ക് ആവും എന്നുള്ളത്. ഞങ്ങൾ എന്നിട്ട് കൊല്ലംകോട് പോയി വന്ന് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്കും പോയിട്ടോ. നാട്ടിലെത്തിയതിൻ്റെ ശേഷം കേട്ടോ. വന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വേറെ അടുത്ത ആഴ്ചയിൽ വേറെ ട്രിപ്പ് എടുത്ത്. അത് രസമായിരുന്നു എല്ലാവരും കൂടെ പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവല്ല. നമ്മൾ മനസ്സ് എപ്പോഴും റിലാക്സ് ആവാൻ യാത്ര നല്ലതല്ലേ. പക്ഷേ പൈസയും വേണം കേട്ടോ. ട്രിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പൈസയും വേണം. ഇൻഷാ അല്ലാഹ് ഇനി വേറെ എവിടേക്കെങ്കിലും പോകണം. എനിക്കെന്തോ ഇങ്ങനെ ഈ പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സീനറി നമ്മളൊരു സംഭവം ശരി, നമ്മൾ കേരളത്തിലാണ്, നമ്മളിവിടെ നിൽക്കുന്നോറും പച്ചയെ കാണുന്നുള്ളൂ. പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ടൗണോ കാര്യങ്ങളൊന്നും കാണില്ലല്ലോ, പച്ച മാത്രമല്ല കാണുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിയിട്ടോ, പാലക്കാട് എത്തി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച്. അവിടെയൊക്കെ ഒരു പച്ചരി ചോറാൻ തോന്നണ്, അതിനി പൊന്നരിയാണ് മനസ്സിലാവില്ല. എന്തോ ഞങ്ങൾക്ക് പച്ചരി ചോറ് പോലെ തോന്നിയത്. അങ്ങനെ കൂട്ടാനും കാര്യങ്ങളൊന്നുമില്ല, നല്ല പൈസയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചേക്കണം. അത്യാവശ്യം വിശന്ന് കുട്ടികൾക്ക് 2 ഒരു ഇതിലിട്ട് കൊടുത്ത്, ഒരു ഇലയില മതി എന്ന് പറഞ്ഞു. ഒരു ചോറ് അതന്നെ അവർ കഴിക്കണില്ല. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കൊല്ലംകോട് എത്തിയാൽ അവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം വിശപ്പ് കിടണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടുള്ള ബസ് കയറി കേട്ടോ. കൊല്ലംകോടുക്കുള്ള ബസ് കയറി. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയാണ് ബസ്. പെട്ടെന്നൊന്നും കിട്ടണില്ല, കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ബസ് കിട്ടിയത്. അങ്ങനെ ബസ് കിട്ടിയപ്പം അതിലുള്ള യാത്രയാണ്. അപ്പോൾ അവരിങ്ങനെ അപ്പോഴത്തേന് ഓരോരുത്തർ ടയേർഡ് ആവൽ തുടങ്ങി കേട്ടോ. മോളൊക്കെ അതുപോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്കൊക്കെ ഇതാവൽ തുടങ്ങി, കരച്ചിലും. ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ അവൾ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി. എനിക്ക് ആ ട്രിപ്പ് പോയി വന്നതിൻ്റെ ശേഷം, ഇതെല്ലാം അതിന് ശേഷം നമ്മൾ വേറെ ട്രിപ്പ് പോയി എന്നിട്ട് അത് പോയി വന്നതിൻ്റെ ശേഷം എന്തോ തൊണ്ടയ്ക്ക് നല്ല ഒരു ഇതുണ്ട്. ഇങ്ങനെ പനി ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പിടിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ തൊണ്ടയ്ക്കൊരു അസ്വസ്ഥത ഉണ്ട്, ഒരു സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, ഒന്നുകൊണ്ട് ലെവലായി വരികയാണ്. ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. എത്ര വന്നാലും ഡോക്ടറെ കാണിക്കാൻ പോകുന്നില്ല. നല്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. വെറുതെ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കേണ്ട വെച്ചിട്ട് നല്ലോണം ഉണ്ടെങ്കിൽ എന്ന് തോന്നിയാൽ മാത്രം. പിന്നൊക്കെ ഇവിടെ നമ്മൾ ഈ പാലക്കാട് പോകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം നെൽകൃഷിയാണ് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ട് അവിടുത്തെ ഒരു ഇത്.
നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉള്ള ഭംഗി എന്താണെന്ന് വെച്ചാൽ നെൽകൃഷി നെൽപ്പാടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം, നോക്കിയിരിക്കാൻ തോന്നിപ്പോവും. കൊല്ലങ്കോട് എത്തണ മുമ്പുള്ള ഇതാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അതിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്ക് ഇങ്ങനെ പോകുമ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. അങ്ങനെ കടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു കട എന്തോ കണ്ട്. അപ്പോൾ ഞങ്ങളിത് റോഡ് ക്രോസ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ഉണ്ടോളൂ കുട്ടീനെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഉച്ചക്ക് സമയം തന്നെ കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ്. വെയിലൊക്കെ ഉണ്ട്, വെയിൽ പോയിട്ടുള്ള സമയമൊന്നുമല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന സ്ലോവിലായിട്ട് പോകണം, നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരാൾ തേന് വെക്കുന്ന ഒരാളെ കണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്, തേൻ്റെ അറുണ്ടല്ലോ അത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണം, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ അവരൊന്ന് കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞു. എനിക്കെന്തോ ഇഷ്ടമായില്ല, എന്തോ കഴിക്കണം, അതിക്കൊരു കട്ടിലെന്തോ ഒരു ഇത് കഴിക്കണ പോലെ. അപ്പോൾ ഒരു തേന് അതിൽ ഊറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് തേന് അതിൽ ഒഴിച്ചിട്ട് കഴിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ടൈം ഉണ്ടായില്ല, അതിനൊന്നും ക്ഷമയുണ്ടായില്ല, ടൈം ഉണ്ടായില്ല. അതിൽ നിന്ന് തന്നെ എടുത്തിട്ടൊരു കഷ്ണം എടുത്ത് കഴിച്ച്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടോ തേനിന് എത്ര 600 രൂപ അങ്ങനെ എന്തോ ആണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളതൊന്നും മേടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ചെറുതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മേടിക്കാം, തേന നമുക്ക് നല്ല ഉപകാരമുള്ള കാര്യമാണല്ലോ, മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഇങ്ങനെ തരുള്ളൂ എന്നല്ല, വലിയ ബോട്ടിൽ മാത്രം. കുറച്ചൊക്കെ ചെറിയ ബോട്ടിലൊക്കെ തരാണെങ്കിൽ മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതും കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമൻ തന്നെ എടുത്ത് കഴിച്ച്. പക്ഷെ കഴിച്ചതിൻ്റെ ശേഷമാണ് കഴിക്കേണ്ടിണ്ടായിരുന്നില്ല എന്നായിപ്പോയത്. വലിയ ടേസ്റ്റും ഇല്ല, എന്തോ ഒരു കട്ടിയുള്ള ഒരു മരക്കഷ്ണമൊക്കെ തിന്നണമായിരിക്കും, നമുക്ക് അങ്ങനെ തോന്നി. വാക്സാണല്ലോ സംഭവം. അങ്ങനെ പിന്നെ അത് നമ്മൾ തുപ്പിയിട്ട് അതിൻ്റെ മോളൊക്കെ എന്തോ സംഭവമായിട്ട് കഴിച്ചിരുന്നു. പിന്നെ ഓള് പിന്നെ വേഗം തുപ്പിയിട്ട് അവൾക്ക് എന്തോ പറ്റിയില്ല, അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയാൾ പറഞ്ഞിട്ട് ഞാൻ തേൻ ഒഴിച്ച് തരാം, തേന് കൂട്ടിയിട്ട് തിന്നണമെന്ന്. പക്ഷെ അതിനുള്ളൊന്നും സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അന്ന് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കണം, സംസാരിച്ചെടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ല പോയത്. അപ്പോൾ പിന്നെ റിട്ടേൺ വരുന്ന നേരം വൈകിച്ചിട്ട് ഞങ്ങൾ അധികം അവിടെ ഇരുന്ന് കറങ്ങാതെ ഞങ്ങൾ പോയി. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു വേലിയാണത്, മരത്തിൻ്റെ ഒരു വേലി. ഇവിടെ നിന്നൊന്നും കാണുമ്പോൾ നമുക്ക് വലിയ ഭംഗിയൊന്നും തോന്നൂല കേട്ടോ. എന്താ ഇപ്പോൾ നമ്മുടെ നാട്ടും പുറത്തൊക്കെ കാണുന്നത്, ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടും പുറത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം നമ്മൾ കാണൂല കേട്ടോ. ഓരോ ഏരിയകളിലൊക്കെ ഒരു വേലി മരം കൊണ്ട് എന്നിട്ട് വേലി പോലെ മതിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലൊക്കെ നമുക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കണ്ടാലാണ് എന്താണെന്നുള്ളത് മനസ്സിലാവാം. ഒരാൾക്ക് 30 റുപ്യയുടെ ടിക്കറ്റിന്. ഞങ്ങൾക്ക് ടിക്കറ്റിന് പൈസ ഉണ്ടോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ്, കുട്ടിയാക്കില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരാൾക്ക് 30 റുപ്യ എടുത്ത് നമ്മൾ ടിക്കറ്റിന് എടുത്ത് കയറി. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഭംഗി മനസ്സിലായത്. പക്ഷേ വിറ്റെന്താ വെച്ചാൽ ഞങ്ങൾ പോയ സമയം നല്ല വെയിലുള്ള ടൈമായിട്ടേ അധികം ഇരുന്നിട്ട് അങ്ങോട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ടൈം വെയിലാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു പാടത്തൊക്കെ പോയിരുന്ന് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന്